ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സന്തോഷപ്രദമായ ഒരു മുഖത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഞാൻ അവിടുത്തെ വീഡിയോ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. ടെമ്പിൾ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ, അവിടെ ഭഗവതിയുടെ കഥ പറഞ്ഞത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു അമ്പലത്തെക്കുറിച്ച് ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തൊഴുത് നല്ലപോലെ പ്രാർത്ഥിച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്പലത്തിൽ നിന്ന് എത്തിയിട്ടോ. നമ്മളെപ്പോഴും പോകുന്ന അമ്പലത്തിൽ തന്നെയാണ് പോയത്. ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട് അമ്പലം, കാരമുക്കിലത്തെ അമ്പലം. അപ്പോൾ ഞാൻ ആ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ ഇന്ന് പോയത്. അപ്പോൾ പോയി വന്ന ഉടനെ നമ്മളൊരു ചായ ഉണ്ടാക്കി കുടിക്കണം, നല്ലതാണ്. അതും പനികൂർക്കയുടെ ഇലയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ചായ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചതാണ് ഞാൻ. അപ്പോൾ ഇലയൊക്കെ പൊട്ടിച്ച് നമുക്ക് ചായ ഉണ്ടാക്കാം. സുന്ദരി രാവിലെ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് പോയത്. എന്നാലും അവള് ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? തൊന്തടിമോള് തൊണ്ടോളിയേ എൻ്റെ അണിമുറ്റി അടിയിരുന്നോട്ടാ. അങ്ങനെ നമുക്ക് ചായ വെച്ചുകൊണ്ട് പരിപാടികൾ അങ്ങനെ ആരംഭിക്കാം. ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചായയോട് കൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. നമ്മള് എന്നും അമ്പലത്തിൽ പോയി കഴിഞ്ഞു വന്നാൽ അത് അങ്ങനെ തന്നെ ഓരോ പണികൾ ഇങ്ങനെ ആരംഭിക്കും. ചായ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ, നമ്മുടെ പനക്കൽക്കണ്ടിട്ടുള്ള ചായയാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു ചായ കുടിക്കണം, കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഞാൻ ഏതും കൊണ്ട് അങ്ങോട്ട് പോയതെന്താ വെച്ചാ, ഞാനൊന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇതുകൊണ്ട് അങ്ങോട്ട് പോയത്. ക്യാമറ ശരിയാണോ, ഞാൻ വെച്ചത് ശരിയാണോ എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് റെഡിയാക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇങ്ങനെ വെച്ചിട്ടുണ്ട് അറിയില്ലല്ലോ, അപ്പൊ അത് വെക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അരി എടുത്ത് നമുക്ക് കഴുകി വെക്കാം. അങ്ങനെ അരി കഴുകുക കേട്ടോ. അരി കഴുകാന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാനാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ വേഗം അരി നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ട് നല്ല സ്പീഡിൽ അങ്ങോട്ട് കഴുകിയിട്ടാണ്. കഴുകുമ്പോഴേ എനിക്ക് അരി പെട്ടെന്ന് കഴുകുമ്പോൾ ചളി കൂടുതലുള്ള പോലെ തോന്നും. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകുമ്പോൾ പെട്ടെന്ന് ഒരു 3-4 പ്രാവശ്യം ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ചളിയൊക്കെ പോയി കിട്ടും. ഒരു പതപ്പുണ്ടാവുമല്ലോ, അതൊക്കെ പോയി കിട്ടും. പിന്നെ അങ്ങനെ കുക്കർ കൊണ്ട് അടപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയാൽ ചായ തിളച്ചപ്പോൾ, വെള്ളം തിളച്ചപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ടിട്ട് ചായ റെഡിയാക്കി എടുത്തിട്ട് എന്നിട്ട് 2 ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകർന്നങ്ങ് കൊടുക്കും. അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ അരിക്കണത്. അങ്ങനെ അതൊക്കെ കൊണ്ട് ചായയും കൊണ്ട് ചേട്ടൻ്റെ അടുത്തേക്ക്. അങ്ങനെ ചായ ഒന്ന് ചൂടാറാൻ അവിടെ വെച്ചതിന് ശേഷം ഞാൻ വേഗം ഫ്രിഡ്ജ് തുറന്നിട്ടേ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ എടുക്കുകയാണ്. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 1-ാം തീയതിക്ക് മുമ്പ് തന്നെ വ്യാഴാഴ്ച വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് എന്താ കറി വെക്കേണ്ടതെന്ന് പോലും ഞാൻ ആലോചിച്ച് കുറച്ച് നേരം നിന്നു, അവിടെ ഇരുന്നു എന്തൊക്കെ വെക്കേണ്ടതെന്ന്. അപ്പോൾ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിക്ക എടുത്തിട്ട് ഞാൻ തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പരിപ്പും മുരിങ്ങക്കായും, പറ്റുകയാണെങ്കിൽ പുളിയോ അല്ലെങ്കിൽ മാങ്ങയോ ഇട്ടിട്ട് വെക്കണം എന്നാണ്. സത്യം ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഇന്നത്തെ എൻ്റെ പാചകം ആരംഭിക്കുന്നത് തന്നെ കേട്ടോ. പിന്നെ വെള്ളരിക്ക തോരൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യും. കുമ്പളങ്ങ തോരനേക്കാളും കുറച്ചുകൂടി ഇഷ്ടമാണ് വെള്ളരിക്ക തോരൻ. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് വേഗം നന്നാക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നന്നാക്കി കഴിഞ്ഞതും ചേട്ടൻ്റെ ഒരു വിളി കിട്ടി. നാളികേരം വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് കൃഷ്ണപ്രസാദ്? കടല അത്യാവശ്യം വെന്തു വിചാരിക്കാം. കടല നിറക്കി വെച്ചതാ. ഇനി നമ്മള് പരിപ്പാണ് വേവിക്കുന്നത്. പരിപ്പ് വെള്ളക്കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അരിയുടെ കുക്കറ്. ഇനി പെട്ടെന്ന് നമ്മുടെ പണികൾ തീർക്കാൻ അതൊരു സമാധാനമായിട്ട് ഇങ്ങനെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പരിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങക്കായും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. മാങ്ങ വേണോ പുളി വേണോ, മാങ്ങ വേണോ പുളി വേണോ, അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ.
അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരിക്കാമല്ലോ. അപ്പൊ ഇതങ്ങോട്ട് വേവട്ടെ, ഇനി പരിപ്പ് വേവട്ടെ, എന്നിട്ട് ബാക്കി ചീഞ്ചട്ടി അടുത്ത് വെച്ചിട്ട് നമ്മൾ തോരൻ റെഡിയാക്കാം. അരി കുറച്ചൊക്കെ ആയിണ്ട്, ഇറക്കി വെക്കാം. പിന്നെ ഒത്തിരി വെള്ളം, ഊറ്റാനുള്ള വെള്ളം. ഇനി നമുക്ക് ഞാൻ തോരനുള്ള ഉള്ളി കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി ചെറുതായിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കണ്ട. നമ്മുടെ വെള്ളരിക്ക ഇട്ടു, പച്ചമുളകും വെള്ളരിക്കും ഒക്കെ കൂടി ഒരുമിച്ചാണ് ഞാൻ വേവിക്കാൻ പോണത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാം. ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് നാളികേരം കൂടി ചെരുകി തന്നിട്ടുണ്ട് ചേട്ടൻ. അതാണ് എനിക്ക് നാളികേരം എല്ലാം കിട്ടിയത്. അപ്പൊ നാളികേരം കൂടി നമുക്ക് ചെരുകി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കപ്പ് വെച്ചിട്ട് ഇത് പിടിക്കാം, എന്നിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. തീ ഇപ്പൊ അല്പം കൂട്ടിയിരിക്കുക കേട്ടോ. എത്ര നേരം തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പോണു. അങ്ങനെ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടി ഇട്ടാണിട്ട്, അല്ലാണ്ട് മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രം. ഇനി നമുക്ക് ഇഡ്ഡലിന്റെ മൂടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത്രയോ ഞാനീ കുറച്ച് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാങ്ങയൊക്കെ കഴിയാറായി. അപ്പൊ അതിന്റെ നമ്മുടെ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഇപ്പൊ നമ്മുടെ കറിയിലേക്ക് ഇടാന്ന് വിചാരിച്ചു. നല്ലതാ, കുറേശ്ശെ പീശിക്ക് എടുക്കുന്നത് കൊണ്ട്. പിന്നെ പുളിയുള്ള മാങ്ങയാണല്ലോ നമ്മുടെ മാങ്ങ, മൂവാണ്ട മാങ്ങ തന്നെയാണ് ഇട്ടത്. അമ്മേ കുറച്ച് എടുക്കട്ടെ മാങ്ങ. അപ്പൊ അതിൻ്റെ ഇനി ലേശം കൂടി വെള്ളം എടുത്തതില് ഇതങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര കിട്ടിയത്. ലേശം കൂടി ഒരു കറിയിലേക്കും കൂടി ഉള്ളതുണ്ട് കേട്ടോ. അങ്ങനെ തോരൻ വെന്തു, തോരൻ റെഡി ആയിട്ടോ. വെള്ളരിക്ക തോരൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റാണ്. പണ്ടൊന്നും വെക്കാറുണ്ടായിരുന്നില്ല, പിന്നീട് ഞാൻ പഠിച്ചതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുജ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്ന സുജയുടെ അമ്മയാണ് വെള്ളരിക്ക തോരൻ വെച്ചിരുന്നത്. ആ വെള്ളരിക്ക തോരൻ വെച്ച് തരുമ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിക്കാറുണ്ട്, സുജ കൊണ്ടുവരുന്ന കറി. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് സുജയുടെ അമ്മയുടെ കറി എന്നാണ്. ഞാൻ അങ്ങനെ വെള്ളരിക്ക തോരൻ അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ, അതായത് ഫോൺ ഇൻ്റർനെറ്റൊക്കെ കണക്ഷൻ അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചെടുത്തതാണ് വെള്ളരിക്ക തോരൻ കേട്ടോ. എൻ്റെ വെള്ളക്കടല ഉപ്പേരി, ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും, മെഴുക്ക് പുരട്ടി എന്ന് പറയും. പിന്നെ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും കൂടി ചേർത്ത നല്ല പരിപ്പ് കറി. പിന്നെ തോരൻ, വെള്ളരിക്ക തോരൻ. ചേട്ടൻ്റെ പാത്രങ്ങളിരിക്കുന്നു, അച്ചാറുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ റെഡിയായി. ഞാൻ വേഗം ചോറൊക്കെ പാത്രത്തിലാക്കട്ടെ. അപ്പം അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.